നമസ്കാരം. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കുവാനോ ആരും ഇല്ലാത്തതായ ഒരവസ്ഥയിലൂടെ നിങ്ങളിൽ ചിലരെങ്കിലും കടന്നു പോകുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ, അവരുടെ ദുരിതത്തിൽ നിന്നും അല്ലെങ്കിൽ ദുരിതത്തിൽ ഒരു താങ്ങും തണലുമായി നിങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എല്ലാവരെയും നിങ്ങൾ ഒരേപോലെ തന്നെ കണ്ടിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു ദുഃഖം, പ്രയാസം വന്നപ്പോൾ പലപ്പോഴും പലരും അത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും അത് കണ്ടില്ല എന്ന് നടിച്ചു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളെ പലരും ഒറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നതാണ് വാസ്തവം. ഇത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയ വിഷമം തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. എത്ര തന്നെ ശ്രമിച്ചിട്ടും പുറത്ത് കടക്കുവാൻ പറ്റാത്തതായ സാഹചര്യത്തിലൂടെ അത്തരത്തിലുള്ള ദുഃഖം നിങ്ങളുടെ മനസ്സിൽ നിറയുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഇതിനാൽ തന്നെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒന്നും കൃത്യമായി അല്ലെങ്കിൽ വ്യക്തമായി തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായി എന്നും കാണുവാനായി സാധിക്കുന്നു. ഈ കാര്യത്താലും മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ വളരെയധികം വിഷമകരമായ കാര്യങ്ങൾ അവർ മൂലം ഉണ്ടാകുന്നതിനോ കാരണമായി തീർന്നു എന്നും പരാമർശിക്കുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിൽ കടന്നു പോകുന്ന ചില വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നതായ സന്ദേശം, നിങ്ങൾക്ക് നൽകുന്നതായ ആ പ്രധാനപ്പെട്ടതായ സന്ദേശം, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എങ്കിൽ അറിയുക, ഒരിക്കലും ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഇല്ല എന്ന ചിന്ത വേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത് എന്ന് കൂടി അറിയുക. മറ്റുള്ളവർക്ക് സഹായം ആവശ്യം വന്നപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ പലപ്പോഴും കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു എന്നും കാണുവാനായി സാധിക്കുന്നു. ആ സമയം അവർ നിങ്ങളെ പുകഴ്ത്തി എങ്കിലും പിന്നീട് നിങ്ങൾക്ക് ആവശ്യങ്ങൾ വന്നപ്പോൾ എല്ലാവരും, അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും അതേപോലെ തന്നെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടാകും വിധം അവർ സംസാരിച്ചു എന്നും കാണുവാനായി സാധിക്കുന്നു. കാരണം ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളെ തള്ളി പറഞ്ഞവർ പോലും അല്ലെങ്കിൽ നിങ്ങളെ അകറ്റി നിർത്തിയവർക്ക് പോലും അത് അബദ്ധമായിരുന്നു എന്ന് മനസ്സിലാകുന്നതായ സാഹചര്യം അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ വേദന ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നും നിങ്ങളെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ചെയ്തു നൽകുകയും എന്നാൽ അവർ മൂലം വിഷമിക്കുകയും ചെയ്തു എങ്കിൽ പോലും പലർക്കും നിങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലുണ്ട്. ക്ഷമാശീലം പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ട്. എന്നാൽ അത് മറ്റുള്ളവർ മുതലെടുക്കുന്നതായ സാഹചര്യങ്ങൾ പോലും ഉണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ആ നല്ല മനസ്സ് ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സഹായകരമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. അതിന് ആവശ്യമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക്
വന്നു ചേരും. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരും എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളെയും തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുരിതപൂർണമാക്കി തീർക്കും. പ്രത്യേകിച്ചും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ കഴിവിനാൽ തന്നെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതായ സാഹചര്യം, നിങ്ങളിലേക്ക് പല വിധത്തിലും അവസരങ്ങൾ കടന്നു വരുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഇപ്രകാരം വന്നു ചേരുന്നതായ അവസരങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതായ സാഹചര്യം ഉള്ളതിനാൽ അത് കൃത്യമായി തന്നെ വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികൾ, നിങ്ങളിൽ തന്നെയുള്ള ചില വ്യക്തികൾ വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഒരു ദുഃഖം, നിരാശ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളെ പിന്തുടരുന്നതായി ഇവിടെ കാണുവാനായി സാധിക്കുന്നു. ചിലപ്പോൾ ഇത് ശാരീരികമായ വളരെയധികം ക്ഷീണം അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം. അല്ലെങ്കിൽ വളരെയധികം സ്നേഹിച്ച വ്യക്തികളിൽ നിന്നുള്ള തിരിച്ചടിയോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ടോ ആകാം. ഇത്തരം ചില വിഷമങ്ങൾ, നഷ്ടബോധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ പലരും നിങ്ങളുടെ മനസ്സിനെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. നന്മ നിറഞ്ഞ മനസ്സിനെ പലരും ചൂഷണം ചെയ്യുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു നഷ്ടബോധം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നു. അത് നിങ്ങളിൽ പ്രകടമാകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തു വയ്ക്കുവാൻ കഴിയുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവർ തന്നെയാണ്. പല കാര്യങ്ങളും ഇപ്രകാരം ഓർമ്മയിൽ സൂക്ഷിക്കുന്നവർ തന്നെയാണ്. എന്നാൽ അവയിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് മനസമാധാനം നഷ്ടപ്പെടുന്ന, ദുഃഖിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ മറക്കേണ്ടതായ കാര്യങ്ങൾ വന്നിരിക്കുന്നു. ആ സാഹചര്യം, ആ ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കൂടുതൽ പ്രതീക്ഷകളോടെ ചിന്തിക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പ്രപഞ്ചം നിങ്ങളിൽ പുതിയ അവസരങ്ങൾ തന്നെ കൊണ്ടുവരും. അതിന് സഹായകരമായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാക്കുന്നു. കഴിവുകൾ തന്നെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ്. വളരെ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് കാണുന്നു. പല കാര്യങ്ങളും സ്വയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് പല വിധത്തിലുള്ള ദുരിതപൂർണമായ അവസ്ഥകൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമാകും എന്നുള്ളതാണ്. പുറത്തു കടക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന് കാണുന്നു. ആവശ്യമില്ലാത്തതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിൽ ആശങ്ക നിറയ്ക്കാതിരിക്കുവാൻ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം എന്നും കാണുവാനായി സാധിക്കുന്നു. ഇവിടെ നിങ്ങളിൽ ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രമാണ് നിങ്ങളെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യുവാനും കൂടെ നിൽക്കുവാനും പിന്തുണയ്ക്കുവാനും ആളുകൾ ഉണ്ട് എന്ന് കാണുന്നത്. മിത്രങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നിങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ ഒറ്റപ്പെടാതെ കൂടെ നിൽക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങളിൽ ചിലരുടെ അവസ്ഥ ഇപ്രകാരമല്ല എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ളവർ നൽകുന്നതായ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്ക് തീർച്ചയായും ചില ഉപദേശങ്ങൾ ശരിയായ രീതിയിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളുടെ ചില ഉപദേശങ്ങൾ മറ്റു വ്യക്തികൾക്ക് അത് കൂടുതൽ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യവുമുണ്ട് എന്ന് കാണുന്നു. ചിലർ നിങ്ങളെ അംഗീകരിക്കും. അത് പ്രധാനമായും നിങ്ങളെ അകറ്റി നിർത്തിയിരുന്നതായ വ്യക്തികളാകും. കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതിനാൽ തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അർഹിച്ച ഫലം ലഭിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിന്റെ പ്രയാസം നിങ്ങളിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം ഇപ്രകാരമാണ്: അർഹമായ ഫലം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. അതിന് ശരിയായ സമയം ആഗതമായിരിക്കുന്നു. നിങ്ങളിലേക്ക് അത് പരിശ്രമിക്കുകയാണ് എങ്കിൽ വീണ്ടും കടന്നു വരുന്നതായ സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഭഗവാൻ അർത്ഥമാക്കുന്നത്.
ഇവിടെ ഒരു കാത്തിരിപ്പിന്റെ എനർജി പല കാര്യങ്ങളിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. ദീർഘനാളായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയും കാണുവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അത്തരം ചില കാത്തിരിപ്പുകളുണ്ട് എന്ന് കാണുന്നു. കയ്യെത്തും ദൂരത്ത് പല കാര്യങ്ങളും നഷ്ടമാവുകയോ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും, അവസരങ്ങൾ വന്നു ചേരും എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പലവിധ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അത് നിങ്ങൾ മൂലമോ മറ്റുള്ളവരെ വിശ്വസിച്ചത് മൂലമോ വന്നു ചേർന്നിട്ടുള്ളതാണ് എങ്കിലും അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം എന്നും കാണുന്നു. കൂടാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ പലരുമുണ്ട് എങ്കിൽ പോലും പല കാര്യങ്ങളിലും അവർക്ക് മേൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും മനസ്സിലാകാതിരുന്നതായ സാഹചര്യത്തിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരുകയും പല കാര്യങ്ങളും മനസ്സിലാക്കുകയും അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച് സ്വന്തമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യാം. പുതിയ തുടക്കം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. സന്തോഷിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്കായി ഒരുങ്ങുന്നു എന്ന് തന്നെ ഭഗവാൻ നിങ്ങളോട് പറയുന്നു. അതേപോലെ നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. കൂടാതെ ചില അവസരങ്ങൾക്കായി നിങ്ങൾ അല്പം ഒന്ന് കാത്തിരിക്കണം എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ ഭഗവാനിൽ അടിയുറച്ച് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക.